നമസ്കാരം. പ്രായമായവർക്കും ഒരു യൂട്യൂബ് ചാനൽ ഒറ്റയ്ക്ക് എങ്ങനെ ആരംഭിക്കാം എന്ന വിഷയത്തെപ്പറ്റിയാണല്ലോ ഞാൻ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന വ്യൂവേഴ്സിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആരുടെ സഹായവും ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു വീഡിയോ എടുക്കുന്നത് മുതൽ അത് അപ്ലോഡ് ചെയ്യുന്നത് വരെ എങ്ങനെയാണെന്ന് ഒന്ന് പെട്ടെന്നൊന്ന് വിശദീകരിച്ച് കാണാം. ഈ വിഷയത്തിലെ 4ാമത്തേതും അവസാനത്തേതുമായ എപ്പിസോഡാണിത്. എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റേത് ഒരു കുക്കിംഗ് ചാനലാണല്ലോ. കുറച്ച് ദിവസമായി ഞാൻ ഈ കുക്കിങ്ങിന് പകരം ഈ വീഡിയോകളൊക്കെയാണ് ചെയ്യുന്നത്. അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോയുടെ തയ്യാറെടുപ്പുകളും ആ വീഡിയോ എടുക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതിന് വലിയ സെറ്റപ്പുകളൊന്നുമില്ല. അടുപ്പിൽ കുക്ക് ചെയ്യുന്നത് ഒഴികെ ഞാൻ എല്ലാം എടുത്തും അപ്പം തന്നെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളേ എനിക്കുള്ളൂ. അധിക രൂപയൊന്നും ചിലവാക്കി ഒന്നും കൂടുതൽ ഉപകരണങ്ങളോ അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല. എനിക്ക് ഈസിയായിട്ട് കൈകാര്യം ചെയ്യുന്നവ മാത്രമേ എൻ്റെ പക്കലുള്ളൂ. പിന്നെ വൃത്തിയുള്ള ഒരു സ്ഥലവും മോശമല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ പെട്ടെന്ന് കിച്ചണിലായാലും വർക്ക് ഏരിയയിലായാലും ഡ്രോയിങ് റൂമിലായാലും എവിടെയായാലും പെട്ടെന്നത് സെറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഡ്രോയിങ് റൂമിലുള്ള ഒരു കോർണറിലുള്ള ഒരു ചെറിയ ടേബിളാണ്. നല്ല സൺലൈറ്റ് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. ആ ടേബിളിൻ്റെ പുറത്ത് ഇതുപോലൊരു വെയ്സ്, ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ്, ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണിത്. ഇതുപോലൊരു ടേബിളോ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പോ നല്ല വൃത്തിയുള്ളൊരു പ്രതലമാണെങ്കിൽ ഇതൊന്നും വിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമൊക്കെ ഇതുപോലെ ഒരു വെള്ള അധികം കട്ടിയില്ലാത്തൊരു ടവല് നന്നായി വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചാണ് കുക്ക് ചെയ്യുന്നത് ഒഴികെ ബാക്കിയെല്ലാം, അതായത് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുന്നതും ഫൈനൽ പ്രോഡക്റ്റ് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നതും ഒക്കെ ഇതുപോലൊരു ടവൽ വിരിച്ചിട്ടായിരുന്നേ. പക്ഷേ ആ ടവലിൽ കറിയുടെയൊക്കെ കളർ വീണാൽ അത് പിടിച്ചു തുടങ്ങിയാൽ പോകില്ല, കഴുകിയാലും പോകില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഇട്ടാലോ എന്ന് കരുതി ഞാൻ തപ്പി നടന്ന് ഒരു ഫർണിഷിംഗ് ഷോപ്പിൽ നിന്ന് എനിക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കിട്ടി. ഇത് കബേർഡിലൊക്കെ വിരിക്കാൻ വേണ്ടിയുള്ളൊരു ഷീറ്റാണ്. ഇതിങ്ങനെ ചുരുട്ടി അവർ റോളായിട്ടാണ് വച്ചിരിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും കിട്ടും. ഇതുപോലെ വിരിക്കുമ്പോൾ ഷൈനിങ് ഉള്ളതൊന്നും ഉപയോഗിക്കരുത്. അത് പ്രത്യേകം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. റിഫ്ലക്ഷൻ കൊണ്ട് നമ്മുടെ ഫോട്ടോയും വീഡിയോയും ഒന്നും ക്ലിയർ ആകില്ല. പിന്നെ മാറ്റ് ഫിനിഷിലുള്ളതാണ് എപ്പോഴും നല്ലത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും. ഈ ഷീറ്റ് എനിക്ക് വളരെ നാൾ പ്രയോജനപ്പെട്ടു. അഴുക്ക് വീണാലൊക്കെ നമുക്ക് കഴുകിക്കളയാം. പക്ഷേ ഇതൊരു പരിധിവരുത്ത ഒരു റഫായിട്ടാണ് ഇതിൻ്റെ പ്രതലം. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ബ്രഷ് ചെയ്താൽ പോകും. അപ്പോൾ പിന്നെ തുടച്ചാൽ പോകുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ മാറ്റ് ഫിനിഷുള്ള വാൾപേപ്പർ കണ്ടത്. ഈ വാൾപേപ്പർ വാട്ടർ പ്രൂഫാണ്. ചുമരിലും ഷെൽഫിലും ഒക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കാണുന്നത് ഒരു വൈറ്റ് പേപ്പർ കാണുന്നില്ല, അതിൻ്റെ ഇതൊരു സ്റ്റിക്കറാണ്. അത് ഇളക്കി മാറ്റിയാൽ നമുക്ക് ഒട്ടിച്ച് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 24x60 ഇഞ്ചസാണ്. ഇതുപോലെയുള്ള 2 ഷീറ്റിൻ്റെ വില 265 റുപ്പീസായിരുന്നേ. ഇത് ഒട്ടിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോണ്ടേ. വെയിറ്റ് കുറഞ്ഞ പ്ലൈവുഡിലോ ഒക്കെ നമുക്ക് 2 വശത്തും 2 കളർ, അതായത് വൈറ്റും ബ്ലാക്കും ഒട്ടിച്ച് വെച്ച് ഉപയോഗിക്കാം. ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വളരെ പ്രയോജനപ്പെട്ടു എനിക്കിത്. പല സ്ഥലത്തായി നമുക്ക് വെയിറ്റ് കുറഞ്ഞാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. കറിയോ മറ്റെന്തെങ്കിലും വീണാൽ നമുക്ക് വെള്ളം തൊട്ട് തുടച്ചാൽ മതി, അത് മാറിക്കോളും. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞോട്ടെ. ഫേസ് കാണിക്കാതെയാണല്ലോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഫേസ് കാണിച്ച് എടുക്കുന്ന വീഡിയോകൾക്കാണ് കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം സ്ഥിരമായിട്ട് നമ്മളെ കാണുമ്പോൾ നമ്മളോട് ഒരു സ്നേഹവും ഒരു അറ്റാച്ച്മെൻറ്റും ഒക്കെ കാണും. അതുകൊണ്ട് ഫേസ് കാണിച്ച് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ അത് ചെയ്യുക. നമ്മളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നുകിൽ നമ്മുടെ കൈവശം ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലുള്ളതായിരിക്കും. അതും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്കറിയാവുന്നുള്ളൊരു റെസിപ്പി ആയിരിക്കും. അത് ഏതായാലും ഇതുപോലെ ഒരു പേപ്പറിലോ ഡയറിയിലോ ഒന്ന് എഴുതി വയ്ക്കണം. ഡയറിയിൽ എഴുതുന്നതാണ് നല്ലത്. പണ്ട് മുതലേ ഞാൻ ഡയറിയിലാണ് എല്ലാം കുറിച്ച് വയ്ക്കുന്നത്. കാരണം നമ്മുടെ ഇന്ന് മിസ്സായി പോവില്ല പേപ്പറൊന്നും. ഇതിപ്പോൾ കണ്ടില്ലേ, 2022 സ്റ്റാർട്ട് ചെയ്ത ഡയറിയാണിത്, വോളിയം 1. യൂട്യൂബുമായി ബന്ധപ്പെട്ടതെല്ലാം ഞാൻ ഡയറിയിൽ കുറിച്ച് വയ്ക്കാറുണ്ട്. ആദ്യം ഡയറിക്ക് പേജ് നമ്പർ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻഡെക്സ് പോലെ, അത് എന്നാലേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് എവിടെയാണ് നമ്മുടെ റെസിപ്പി എഴുതി വെച്ചിരിക്കുന്നത്. ആ പേജ് നമ്പർ ഇട്ട് കൊടുക്കും. കിച്ചണിൽ കൊണ്ടുവച്ച് നോക്കിയാണ്, ഈ ഡയറി നോക്കിയാണ് ചെയ്യുന്നത്. സൗകര്യാർത്ഥം നമുക്കൊരു പേപ്പറിൽ കുറിച്ച് വെച്ചാലും മതി. സ്ഥിരമായിട്ട് ഡയറി എഴുതാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വോളിയം 1 തൊട്ട് ഇപ്പോൾ എഴുതിക്കൊണ്ട് ഇപ്പോൾ 2 അങ്ങനെ 8ാമത്തെ വോളിയമാണ് ഇപ്പോഴത്തെ ഡയറി ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതും ഈ ഡയറിയുടെ ഒരു ഭാഗത്തായിട്ട് എഴുതി വെക്കണം. അതും നമുക്ക് റെഫർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിലെല്ലാം കംപ്ലീറ്റ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും നിങ്ങളോട് ഇത്
ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. എനിക്ക് ഡയറി എടുത്ത് മറിച്ച് നോക്കുമ്പോൾ എല്ലാം ഓർമ്മ വരും. ഇങ്ങനെ എഴുതി സൂക്ഷിക്കുന്നത് വളരെ പ്രയോജനമാണ്. നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും. നമുക്ക് എന്ത് സാധനം എവിടെ കിടക്കുന്ന ഡയറിയിലകത്ത് നോക്കിയെടുക്കാനും നമുക്കൊരു ആവശ്യം ഒരു പ്രാവശ്യം മാത്രമല്ല, നമുക്കത് പല പ്രാവശ്യം ഇത് നോക്കേണ്ടി വരും. ഇതൊരു ബനാന കാരമൽ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതനുസരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റെസിപ്പി ഒരു പേപ്പറിൽ കുറിച്ച് വെച്ചല്ലോ. ഇനി നമ്മൾ ഈ റെസിപ്പി അനുസരിച്ചുള്ള ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെക്കണം. അതായത് നമ്മളിനി ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നമ്മളൊന്ന് കുറിച്ച് വയ്ക്കണം. ഒന്നാമത് ടേബിൾ സെറ്റ് ചെയ്യുക, പിന്നെ റെസിപ്പി നോക്കി ഓരോന്നും ഏത് പാത്രത്തിലാണ് വെക്കേണ്ടതെന്നുള്ള പാത്രങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ പാത്രങ്ങൾ കരുതുന്നത് നല്ലതാണ്. ഇതൊക്കെ അധികം വിലയൊന്നും ഉള്ളതല്ല. ഈ പാത്രങ്ങളിലേക്ക് ഓരോ സാധനങ്ങൾ അളവിനനുസരിച്ച് നമ്മൾ എടുത്ത് വെക്കണം. വീഡിയോ മറ്റുള്ളവർ കാണുന്നതുകൊണ്ട് വൃത്തിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, അളവിനനുസരിച്ച് ബനാന കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക് ട്രേക്കകത്താണല്ലോ വച്ചിരിക്കുന്നത്. നമ്മളൊരു ഏജൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇതെല്ലാം കൂടി ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ. എല്ലാം റെഡിയാക്കി അടച്ചു വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള കുക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ജോലികളൊക്കെ അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. അപ്പോൾ നീണ്ട റെസിപ്പീസൊക്കെ മിക്കവാറും ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ്. ഞാൻ ഈ സംസാരിക്കുന്നതും കാണിക്കുന്നതും ഒന്നും ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടിയതുള്ളതല്ല. ഞാൻ പരസഹായമില്ലാതെ പല പരീക്ഷണങ്ങളും നടത്തിയതൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമ്മളൊക്കെ ഈ പ്രായമായ വേളയിൽ ഇതുപോലെ ഒരു ചാനൽ തുടങ്ങാമെന്നൊക്കെ ആഗ്രഹിക്കുമെന്നെങ്കിൽ ഇതൊക്കെ വളരെ പ്രയോജനപ്പെടും. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന 2-3 ഐറ്റം കൂടി ഉണ്ട്. അതായത് ഇതുപോലെ മെഷറിംഗ് സ്പൂൺ വേണം. 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ. പിന്നെ മെഷറിംഗ് കപ്പുകൾ വേണം. അതായത് 1/4, 1/2, 1/3 കപ്പ്, 1 കപ്പ്. ഇതൊക്കെ ലോക്കൽ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ മെഷർമെൻറ്റ് എഴുതിയിട്ടുള്ള 250 ml അല്ലെങ്കിൽ 500 ml ഒക്കെ 1 കപ്പ് കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലത്. ഈ മെഷറിംഗ് കപ്പുകളൊക്കെ ഞാൻ പിന്നീട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 250 ml പിന്നെ 500 ml ആണിത്, അടപ്പുള്ളതാണിത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ പ്രാവശ്യം വാങ്ങുന്നതും അതാത് റെസിപ്പി ഇടുമ്പോൾ അതിൻ്റെ ടിപ്സിൽ കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടിയത്, ഇന്നിപ്പോൾ ഞാൻ ബനാന കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എല്ലാം കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു വൃത്തിയുള്ളൊരു കത്തിയും കൂടെ ഉള്ളത് നല്ലത്. പിന്നെ ചെറിയ ചെറിയ വെയിറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെ ഒരു വെയിങ് ബാലൻസും കൂടി വേണം. ഇത് ഞാൻ ഏതൊക്കെയോ വീഡിയോയുടെ ടിപ്സിൽ കാണിച്ചിട്ടുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണിത്. നമ്മളൊരു കുക്കിംഗ് ചാനലാണ് തുടങ്ങുന്നതെങ്കിൽ ഇതുപോലെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി നമ്മൾ ഇത്രയും എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്ന സ്ഥലത്തെപ്പറ്റി ചിന്തിക്കുക. സ്റ്റൗവൊക്കെ ഒരുവിധം ക്ലീനാക്കി എടുത്തു വെച്ച സാധനങ്ങളൊക്കെ സ്റ്റൗവിൻ്റെ അടുത്ത് കൊണ്ട് വെക്കണം. ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ കുക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ച് അതും നമ്മൾ ആ സ്ക്രിപ്റ്റിൽ നോട്ട് ചെയ്ത് വെച്ച് ആ പാത്രവും എടുത്ത് വയ്ക്കണം. ഇളക്കുന്നതിനുള്ള തവി, സ്പൂണ് എല്ലാം അവിടെ കൊണ്ടുവയ്ക്കണം. ഇനി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറക്കി വയ്ക്കുന്നതിനുള്ള സ്ഥലം ശരിയാക്കി വയ്ക്കണം. ഇതിപ്പോൾ ദോശയ്ക്കുള്ള പൊടി വറക്കാനായിട്ട് വച്ചിരിക്കുകയാണ്. അത് പിന്നെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടാനായിട്ട് അടുത്ത് തന്നെ ഒരു പ്ലേറ്റ് കൂടെ വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സാധനവും ദൂരോട്ട് എടുക്കാൻ പോകാൻ പാടില്ല. കാരണം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഫോൺ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് നോക്കാം. ഇതൊരു ഫ്ലെക്സിബിൾ ടൈപ്പ് മൊബൈൽ സ്റ്റാൻഡാണ്. ഇത് നമുക്ക് ഈ ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ എവിടെ ആണെങ്കിലും ഈ ക്ലിപ്പ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. ഇത് എൻ്റെ കയ്യിൽ ആദ്യം മുതലേ ഏകദേശം ഉണ്ട്. ആദ്യം ഞാൻ ഹാങ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതിന് ശേഷം ആദ്യം വാങ്ങിയത് ഇതാണ്. ആദ്യം ഒരെണ്ണം വാങ്ങി അത് ഉപയോഗിച്ച് പൊട്ടിപ്പോയി. പിന്നെ ഇത് രണ്ടാമത് ഇപ്പോൾ വാങ്ങിയതാണ്. 249 റുപ്പീസ് ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഇതിൽ നമുക്ക് ഫോണ് ഇതുപോലെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും വയ്ക്കാം. പിന്നെ അപ്പർ വ്യൂ എടുക്കുന്നതിന് ഇതാണ് നല്ലത്. എവിടെയെങ്കിലും ഒരു ആ ക്ലിപ്പ് ഉപയോഗിച്ചൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ നാച്ചുറൽ ലൈറ്റാണ്. അത് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ കുക്കിങ്ങിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടേബിൾ ലാമ്പൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ കൂടി ഈ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ സ്റ്റാൻഡിൻ്റെ അറ്റത്തുള്ളത് ഇത് മൊബൈൽ ഹോൾഡിംഗ് ക്ലിപ്പാണ്. അപ്പോൾ ഇത് 360 ഇത് നമുക്കിങ്ങനെ കറക്കാം. അപ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതൊരു നീളം കുറഞ്ഞ പൊക്കം അധികമില്ല ട്രൈപോഡാണ്. ഇത് ക്ലോസപ്പൊക്കെ എടുക്കാനും ഈ സ്റ്റാൻഡ് ഉപയോഗിക്കാം. ഇതുപോലെ നീളം അല്പം കൂടി കൂട്ടാം. പിന്നെ ഇതിലെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. ഫോൺ ഹോൾഡർ അതുപോലെ 360 ഡിഗ്രി കറക്കാം, ലെങ്ത് കുറയ്ക്കാം, സൈഡ് വ്യൂ എടുക്കാനും ക്ലോസപ്പ് എടുക്കാനും ഒക്കെ നല്ലത്. ഇതിൻ്റെ വില ഞാൻ ഓർക്കുന്നില്ല.
അധിക വിലയൊന്നുമില്ല, ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു മൊബൈൽ ക്ലിപ്പ് ഹോൾഡറുണ്ട്. പിന്നെ പൊതുവേ ഇത് നല്ലൊരു മൊബൈൽ സ്റ്റാൻഡ് എന്ന് പറയാം. ഈ അടുത്ത കാലം വരെ ഞാൻ ഇപ്പോൾ കാണിച്ച 2 മൊബൈൽ സ്റ്റാൻഡുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ഇതാണ് ഞാൻ ഏറ്റവും ഒടുവിൽ ചാനൽ മോണിറ്റൈസ് ചെയ്ത ശേഷം വാങ്ങിയ ട്രൈപോഡ് മൊബൈൽ സ്റ്റാൻഡ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, 730 ഗ്രാമൊക്കെ ഉള്ളൂ. ഇപ്പം മെയിനായിട്ട് ഞാൻ ഇതാണ് കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് കൂടുതലും. ഹൈറ്റ് കൂട്ടാൻ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഫ്ലിപ്പ് ലോക്ക് ലെഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡ്. പിന്നെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 62 സെൻറ്റിമീറ്ററാണ്, അതായത് 2 ഫീറ്റ് 2 അടി. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മൊബൈൽ ക്ലിപ്പ് ഹോൾഡറും ഉണ്ട്. റോൾ ചെയ്യാനൊരു ഹാൻഡിൽ, പിന്നെ ഹൈറ്റ് കൂട്ടാൻ ഇതുപോലൊരു വേറൊരു ഹാൻഡിലുണ്ട്. ഇതിപ്പോൾ ഞാൻ 1 വർഷത്തോളമായി, അതിൽ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. കുക്കിങ്ങിന് ഇത് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, കാരണം ഫ്ലെക്സിബിലിറ്റി കുറവാണ്, ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റിയേ ഉള്ളൂ. നമുക്കിത് വളയ്ക്കാൻ പറ്റിയില്ല, ടോപ്പ് വ്യൂ എടുക്കാനും അത്ര ഉപയോഗം പറ്റില്ല. പക്ഷേ സൈഡ് വെച്ചാലും മതി, നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായിരിക്കും ഇത് നല്ലതെന്ന് തോന്നുന്നു. ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ 32 സെൻറ്റിമീറ്റർ ഉള്ളൂ, അതായത് 1 അടി നീളമേ ഉള്ളൂ. പിന്നെ ഈ സ്റ്റാൻഡ് ഞാൻ ലുലു ഷോപ്പിംഗ് മോൾ ട്രിവാൻഡ്രത്ത് നിന്ന് വാങ്ങിയതാണ്. 1 വർഷത്തിൽ കൂടുതലായി ഇത് വാങ്ങിയിട്ട്. അവിടെ നിന്ന് 1690 രൂപയായിരുന്നു ഇത് വാങ്ങിയപ്പോൾ. പിന്നെ ആമസോണിലും അവൈലബിൾ ആണ്. ട്രൈപോഡ് മൊബൈൽ സ്റ്റാൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, പലതരത്തിൽ കിട്ടും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നല്ലത് നോക്കി വാങ്ങുക. കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ കുറച്ച് സൂം ചെയ്തൊക്കെ എടുക്കേണ്ടി വരുമല്ലോ. അത് നമ്മളുടെ ക്യാമറയിൽ തന്നെ സൂം ഫെസിലിറ്റി ഉണ്ടല്ലോ, അതിൽ വെച്ച് ചെയ്യാം. ലൈറ്റിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ലൈറ്റാണ് ഏറ്റവും ബെസ്റ്റ്. ചിലവർക്ക് കിച്ചണിലൊക്കെ ഇതുപോലെ ഫ്രണ്ടിൽ തന്നെ വിൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ലൈറ്റ് മതിയാവും. ഞാൻ തീരെ പ്രകാശം കുറയുമ്പോൾ ടേബിൾ ലാമ്പൊക്കെ ഉപയോഗിക്കുമായിരുന്നേ. വേറൊരു എക്സ്ട്രാ ലൈറ്റൊക്കെ ഉപയോഗിച്ചു, പക്ഷേ അത് വെളിച്ചം കൂടിയാലും നമുക്ക് ചിലപ്പോൾ ക്ലിയറായിട്ട് കിട്ടില്ല. ഇപ്പോൾ സാധാരണ നാച്ചുറൽ ലൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലത്. ലൈറ്റിങ് നമുക്ക് പ്രശ്നമല്ല, എഡിറ്റ് ചെയ്യുമ്പോഴും നമുക്കത് ലൈറ്റിങ് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ റിംഗ് ലൈറ്റ് ഇതുപോലെ ഉപയോഗിക്കാറുണ്ട് പലരും. വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ റിംഗ് ലൈറ്റൊക്കെ വെച്ചാണ് എടുക്കുന്നത്. ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. സംവിധാനങ്ങൾ കൂടുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് തയ്യാറെടുപ്പുകളും അതുപോലെ കൂടും. ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള നമ്മളെപ്പോലെ ഉള്ളവർക്ക് അതൊരു അസൗകര്യമായിട്ട് തോന്നാം. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കൂടുതലായിട്ടൊന്നും സെറ്റ് ചെയ്യാത്തത്. ഇനി നമുക്ക് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി കുക്കിംഗ് വീഡിയോ നോക്കാം. നമ്മുടെ ഫോണിൽ വീഡിയോ ഓൺ ആക്കുക. അതിന് ശേഷം ഈ പാനിലേക്ക് ഓരോ ഐറ്റമായിട്ട് ഇടണം. ആ ഐറ്റം ഇടുന്ന സമയത്ത് അതിനെ ഒന്ന് ക്ലോസ് ആയിട്ട് കാണിക്കുക, എന്ത് ഐറ്റമാണ് നമ്മൾ ഇടുന്നതെന്നുള്ളത്. കൂടുതൽ സമയമൊക്കെ നമുക്ക് ഇളക്കേണ്ടിയ ഒരു അവസ്ഥയിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറയിൽ ആ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. എന്നിട്ട് ഇത്ര സമയമായി എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത് നമുക്ക് പറയാമല്ലോ. അതിൽ ഒരു സമയം കാണത്തക്ക വിധത്തിലുള്ള ഒരു ടൈം പീസോ അങ്ങനെ എന്തെങ്കിലും കൂടി നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഒരു പേന കൂടി ആ റെസിപ്പിയുടെ കൂടെ ഒന്ന് കരുതി വയ്ക്കുക. അതിൽ അപ്പോഴപ്പോഴായിട്ടുള്ള സമയമെല്ലാം കുറിച്ച് വയ്ക്കുക. എല്ലാം കഴിഞ്ഞ് ഫൈനൽ പ്രോഡക്റ്റിൻ്റെ പല ആംഗിളിലുള്ള ഫോട്ടോസും റെഡിയാക്കണം. ഇനി അടുത്ത പ്രോസസ്സാണ് എഡിറ്റിംഗ്. നമ്മൾ ഇതുവരെ എടുത്ത ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മുടെ ക്യാമറയിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് പോർഷൻസ് കാണും, അതെല്ലാം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എഡിറ്റിംഗ് ആപ്പുകളുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇട്ട ശേഷം പിന്നെയാണ് നമ്മളിത് എഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ എടുത്ത വീഡിയോയുടെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് വേണ്ടാത്തതായിരിക്കും, ആവശ്യമില്ലാത്തതായിരിക്കും. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. ഈ എഡിറ്റിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് പല ആപ്പുകൾ വഴിയാണ്. അതായത് കൈൻ മാസ്റ്റർ, ഇൻഷോട്ട്, അങ്ങനെ പല ആപ്പുകളുണ്ട്. നമുക്ക് സൗകര്യമുള്ളത്, നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്പാണ്. ഗൂഗിളിൽ ചെന്നിട്ട് നമ്മൾ കൈൻ മാസ്റ്റർ ഫ്രീ ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിൽ ആ ആപ്പിൻ്റെ ഐക്കൺ വന്ന് കിടക്കും. ആ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് നമ്മുടെ മൊബൈലിൽ കാണും. അത് സ്ഥിരമായിട്ട് കാണും, ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്താൽ മതി. ഇതാണ് കൈൻ മാസ്റ്റർ എന്ന ആപ്പിൻ്റെ ഐക്കൺ. ഇത് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ വന്ന് ഇതുപോലെ കിടക്കും. ആ റിങ് ഇട്ടിരിക്കുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിവിടെ ഞാനൊന്ന് കാണിക്കാം. ഇതുപോലൊരു സ്ക്രീൻ കാണും. അതിൽ ക്രിയേറ്റ് ന്യൂ എന്ന് പറയും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ, വീഡിയോ ആണോ അതോ നമുക്ക് ഷോർട്സ് ആണോ ഇടേണ്ടതെന്നുള്ളത് അവർ ചോദിക്കും. അതിനെയാണ് ആസ്പെക്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. വീഡിയോയ്ക്കാണെങ്കിൽ 16:9 ആണ് ആസ്പെക്റ്റ് റേഷ്യോ. ഷോർട്സ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ 9.16 ആണ് അതിൻ്റെ ആസ്പെക്റ്റ് റേഷ്യോ. നമുക്ക് ഏത് വേണോ അത് സെലക്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ആണല്ലോ സെലക്ട് ചെയ്തത്, അതുകൊണ്ട് 16:9 സെലക്ട് ചെയ്തപ്പോൾ ഇങ്ങനൊരു സ്ക്രീൻ വരും. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ വാട്സാപ്പ്, ക്യാമറ, സ്ക്രീൻഷോട്ട് ഇതെല്ലാം കാണും. നമുക്കപ്പോൾ ക്യാമറയിലാണല്ലോ നമ്മുടെ എല്ലാ ഫോട്ടോസും വീഡിയോസും സേവ് ചെയ്തിട്ടിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എടുത്ത എല്ലാ ഫോട്ടോസും വീഡിയോസും അതിൽ വരും. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആപ്പിലോട്ട്, അതായത് ഈ കൈൻ മാസ്റ്റർ ആപ്പിലോട്ട് നമുക്ക്
ക്ലിക്ക് ചെയ്താൽ അതെല്ലാം ഇങ്ങനെ ഓർഡർ അനുസരിച്ച് വന്നോളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്ത് എഡിറ്റ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാ സംവിധാനങ്ങളും ഈ ആപ്പിൽ തന്നെ ഉണ്ട്. അതായത് ലൈറ്റിങ്, സൗണ്ട്, പിന്നെ പഴയ ശബ്ദം റിമൂവ് ചെയ്യാം, ടെക്സ്റ്റ് കൊടുക്കാം, മ്യൂസിക് ആഡ് ചെയ്യാം, സബ് ടൈറ്റിൽ കൊടുക്കാം, അങ്ങനെ എന്ത് സംവിധാനങ്ങളും അതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ആപ്പിലേക്ക് നമ്മൾ എടുത്ത വീഡിയോസ് എല്ലാം കോപ്പി ചെയ്യുമ്പോൾ 10 മിനിറ്റുള്ള ഒരു വീഡിയോയ്ക്ക് ചിലപ്പോൾ 30 മിനിറ്റൊക്കെ കാണും. അപ്പം നമ്മൾ 10-20 മിനിറ്റോളം നമ്മൾ കട്ട് ചെയ്ത് എല്ലാം നീറ്റാക്കി എടുക്കണം. ഞാൻ എപ്പോഴും ശബ്ദം കൊടുക്കുന്നത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശബ്ദം കൊടുക്കുന്നത്. ആദ്യം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ശബ്ദം കൊടുക്കാറില്ല. പിന്നെ ഈ എഡിറ്റിംഗ് പഠിക്കാനായിട്ട് ഒരുപാട് ചാനലുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഒരുപാട് ഇതിൽ കൂടുതൽ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കതൊക്കെ നല്ല മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അത് സ്യൂട്ടബിളായിട്ടുള്ള ഏതെങ്കിലും ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ കണ്ട് നോക്കിയാൽ മതി, നമുക്ക് പഠിക്കാം. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് വെച്ച് നമ്മൾ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങുന്നതൊക്കെ നമ്മൾ ആലോചിച്ച് അത് ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ മതി. വളരെ സിമ്പിളാണ് ചാനൽ തുടങ്ങുന്നതൊക്കെ. ഒന്നും പേടിക്കാനുള്ളതല്ല. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യത്തക്കതേ ഉള്ളൂ. ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പബ്ലിക് ആക്കുന്നത് വരെ അത് പ്രൈവറ്റായിട്ട് തന്നെ കിടക്കും. അപ്പം നമുക്ക് അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പിന്നീട് വേണമെങ്കിലും ചെയ്യത്തക്കതേ ഉള്ളൂ. പക്ഷേ ഒരു പ്രാവശ്യം പബ്ലിക്കാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ക്യാൻസൽ ചെയ്തോ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യണം, അത്രയേ ഉള്ളൂ. സാമ്പത്തിക നേട്ടം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്സ് ചെയ്യുന്നതിനേക്കാളും വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഷോർട്ട് വീഡിയോസിന് സാമ്പത്തിക നേട്ടം അല്പമെങ്കിലും വരണമെങ്കിൽ മില്യൺസ് വ്യൂസൊക്കെ വരണം. പക്ഷേ ഷോർട്സിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. വീഡിയോ ചെയ്യുന്നതിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ 1-2 ഷോർട്സൊക്കെ ഇടാം. നമ്മളിതുവരെ വീഡിയോ എടുക്കുന്നത് മുതൽ പബ്ലിക്കാക്കുന്നവരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ഏതെങ്കിലും ഭാഗം ക്ലാരിറ്റി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, മറുപടി തരാം. അല്ലാതെ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് എല്ലാം പഠിച്ചെടുക്കത്തക്കതേ ഉള്ളൂ. ഇതുവരെ 60 വയസ്സോ 70 വയസ്സോ കഴിഞ്ഞവർക്കും ചാനൽ തുടങ്ങാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഞാൻ 4 ഭാഗങ്ങളായി ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് 4ാമത്തെ പാർട്ടാണ്. ആദ്യത്തെ 3 പാർട്ടും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എൻ്റേതൊരു കുക്കിംഗ് ചാനലാണല്ലോ. തുടർന്നും എൻ്റെ ചാനൽ കാണാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രായം ഒരിക്കലും ഒന്നിനും ഒരു പരിധിയാകരുത്. പ്രായഭേദമന്യേ എല്ലാവർക്കും മഹത്തായ കാര്യങ്ങൾ നേടാനും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും കഴിയും. പോസിറ്റിവിറ്റിയും പ്രചോദനവും എപ്പോഴും മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കുക. ഇതുവരെ ഇതെല്ലാം കണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.